ഒരു മിഡിൽ ഈസ്റ്റേൺ കബാബ് റെസിപ്പിയായ ഷിഷ് താവൂക്കാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വളരെ രുചികരമായ ഈ വിഭവം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 350 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർക്കാം. ചിക്കനിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരി, ടൊമാറ്റോ പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1-2 നുള്ളി ചെറിയ ജീരകം പൊടിച്ചത്, അതായത് ക്യൂമിൻ സീഡ്സ്, 1/2 ടീസ്പൂൺ ചുവന്ന ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തത്, അതായത് ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ വരെ ഡ്രൈഡ് ഒറിഗാനോ, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വരെ ഒലീവ് ഓയിലും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സുമാക് പൗഡർ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി 1/2 ടീസ്പൂൺ ചേർത്തോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കൈവച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഏറ്റവും കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഓവർനൈറ്റ് വെച്ചിരുന്നാൽ നല്ലതാണ്. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിലേക്ക് അടച്ചു വെച്ച് വെക്കാൻ പോവാണ്. ഇതിപ്പോൾ 4-5 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തു ഫ്രിഡ്ജിൽ നിന്നും. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കബാബ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ തണുപ്പ് അല്പം ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വുഡൻ സ്ക്രൂവറിലേക്ക് മാറ്റാം. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നമുക്ക് ഈ വുഡൻ സ്ക്രൂവറിലേക്ക് ഇതുപോലെ കോർത്ത് കൊടുക്കാം. ഈ വുഡൻ സ്ക്രൂവർ നിങ്ങളുടെ പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. വലുതാണെങ്കിൽ പാത്രത്തിൽ വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന പാനിലേക്ക്. ഞാനിവിടെ മുഴുവൻ ചിക്കനും ഈ വുഡൻ സ്ക്രൂവറിലേക്ക് കോർത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി വന്ന മസാലയിലേക്ക് അല്പം വെജിറ്റബിൾസും കൂടി മിക്സ് ചെയ്ത് അതും വുഡൻ സ്ക്രൂവറിലേക്ക് ആക്കി കൊടുക്കാം. ചിക്കൻ്റെ കൂടെ എപ്പോഴും ഒരുപാട് വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലതാണ്. വെജിറ്റബിൾസ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ചിക്കൻ്റെ അളവ് കുറക്കാനും പറ്റും. ഈ വെജിറ്റബിൾസും ഞാനിവിടെ വുഡൻ സ്ക്രൂവറിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഉള്ളിയും ക്യാപ്സിക്കമാണ്. 2 കളറിലുള്ള ക്യാപ്സിക്കവും കുറച്ച് സവാളയുമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് ഗ്രില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിന് വേണ്ടി ഇവിടെ ഒരു ഗ്രിൽ പാൻ വെച്ചിട്ടുണ്ട്. സാധാരണ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഗ്രിൽ പാൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ പാനിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. ഇത് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെജിറ്റബിൾസും കൂടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ വശവും ഇതുപോലെ മാറി മാറി ഗ്രില്ല് ചെയ്തെടുക്കണം. ഇതിൻ്റെ 4 ഭാഗവും തിരിച്ച് വെച്ച് കൊടുത്ത് 4 ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായി മൊരിഞ്ഞിട്ടുണ്ട്, എല്ലാ ഭാഗവും വെന്തിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നാല് വശവും നന്നായി ഗ്രില്ലായി വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് അല്പം കൂടി ഗ്രില്ലാവാനുണ്ട്. നമുക്കിത് അല്പസമയം കൂടി വെച്ച് കൊടുക്കാം. അതുപോലെ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ മുഴുവൻ ചിക്കനും വെജിറ്റബിൾസും ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ രുചിയേറിയ ഷിഷ് താവൂക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.